Good afternoon, everyone. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Okay, good afternoon. So let's start today's class with prayer. Okay, start it all down. I'm ready to let us pray. There shall be showers of blessing. This is the promise of God. There shall be seasons of refreshing, sense of God. Showers of blessing, showers of blessing beneath. Mercy drops from the sun, for their flowers we flee. Mercy drops from the sun, for their flowers we flee. Thank you. Yeah. Okay. Then Good afternoon, all. I'm Kavita. I'm going to sign in by singing a devotional song in Malayalam. അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലുരമ്പേ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്ദനഞ്ഞു മഹേന്ദ്ര നീലാഭയ അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മി കുമാരനെല്ലുരമ്പേ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്ദനഞ്ഞു മഹേന്ദ്ര നീലാഭയ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരെ അണയുമ്പോൾ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരെ അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തോകുന്നു സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തെന്നടയിൽ ഉയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്നിൻ മനസ്സിനിതു പുണ്യമായി അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മി കുമാരനെല്ലുരമ്പേ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്ദനഞ്ഞു മഹേന്ദ്ര നീലാഭയ കുമാരനായി പണ്ട് പണി തീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലാൽ കുമാരനായി പണ്ട് പണി തീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലാൽ മഞ്ഞളാടും മുഹൂർത്തത്തിൽ കാണുന്നു തെളിവാർന്ന തേജസ്സായി ലളിതാംബികേ അമ്മ തെന്നടയിൽ ഉയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്നിൻ മനസ്സിനിതു പുണ്യമായി അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മി കുമാരനെല്ലുരമ്പേ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ
വന്ദനഞ്ഞു മാഹീന്ദ്രൻ നീരാഭയാ. Thank you. Okay, Savita. Then, Hi ma'am, my name is Nikita. Today's thought is education is the most powerful weapon which you can use to change the world. I repeat again, education is the most you can use to change the world. Thank you ma'am. okay, yeah. ഇപ്പോ സോങ്സ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സും പ്രയർ ആണെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ടാവരും. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? കേട്ടിരിക്കുന്നു. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട് മാം. ഇല്ല. എന്താണ് ഉറക്കം ഇരിക്കണം എല്ലാവരും? ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ വെച്ച് നമ്മൾ നിർത്തിയല്ലേ, കുറച്ച് റിവൈൻഡ് ഒക്കെ ചെയ്തു. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റില് സ്ക്രീനിലോട്ട് നോക്കാം എല്ലാവരും. സ്ക്രീനിൽ അൺകൗണ്ടബിൾ നൗൺസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അൺകൗണ്ടബിൾ നൗണില് ഏതൊക്കെയാണ്? നമുക്ക് അൺകൗണ്ടബിൾ ആയിട്ട് തോന്നുന്ന എല്ലാം നമ്മുടെ ഈ ടേബിളിൽ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ആബ്സെൻസ്, ഡെത്ത്, ഹ്യൂമൻ നേച്ചർ, ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, സോ ടേബിള് നോക്കി വെക്കാം. ദെൻ പിന്നെ പറയുന്നത് നമുക്ക് അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ടല്ലോ അല്ലെ. അതിന്റെ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് പറഞ്ഞു. സോ അൺകൗണ്ടബിൾ നൗണിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റും. കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആക്കാം. അതായത് ഇവിടെ നോക്കി, a piece of uncountable nouns are preceded by the following expressions: a piece of, many piece of, a bit of, many bit of. കണ്ടോ? സോ ഇത്രയും കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാല് എന്താകും? അത് കൗണ്ടബിൾ ആകും. ഓക്കെ, അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ ഈ കാണുന്ന ഇത്രയും വേർഡ്സ് ഉണ്ടല്ലോ, ഈ വേർഡ്സ് ആണെന്ന് പറയാം. ഇത്രയും വേർഡ്സ് എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. സോ ഈ എക്സ്പ്രഷൻസ് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാല് ആ അൺകൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ ആയിട്ട് മാറും. അപ്പോ അബ്യൂസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ. സോ വി ക്യാൻ ചേഞ്ച് ഇൻടു കൗണ്ടബിൾ നൗൺ. ഓക്കെ, ഹൗ? ഇങ്ങനെയാണ് കീവേഡ് അല്ലെ, തന്നിരിക്കുന്ന ഇതിലൊരു കീവേഡ് ഇവിടെ എന്താണ്? എക്സ്ട്രീം ഓഫ് അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായി? കൗണ്ടബിൾ ആയിട്ട് മാറി. അഡ്വൈസ് ആണെങ്കിൽ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ എന്തായി? കൗണ്ടബിൾ ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ ആണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞ ഇത്രയും എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുമ്പോൾ കൗണ്ടബിൾ ആകും എന്ന് പറഞ്ഞു. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻ നോക്കിയേ. few, a few, many, number of, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലാണ് കേട്ടോ. അൺകൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലല്ല. മാറിപ്പോവരുത് കേട്ടോ. മുകളിൽ തന്നിരിക്കുന്ന കീവേഡ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അൺകൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലാണെങ്കിൽ, താഴെ കൊടുത്തിരിക്കുന്ന ഫ്യൂ, എ ഫ്യൂ, മെനി, എ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ് എന്നൊക്കെ പറയുന്ന ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ മുന്നിലാണ്. ഓക്കെ, ക്ലിയർ? പ്രത്യേകിച്ച് ഒന്നുമില്ല, അത്ര സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒന്നുമില്ല. ചെറിയൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ മാം? ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് പ്ലൂറൽ നൗൺ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. പണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്ലൂറൽ നൗൺസും സിംഗുലർ നൗണും അല്ലെ. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ആൺകുട്ടീനെ പ്ലൂറൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മലയാളം പുല്ലിംഗം. ആൺകുട്ടി നമുക്കത് പ്ലൂറലാക്കണം. കാരണം ആൺകുട്ടി എന്ന് പറയുമ്പോൾ ബഹുവചനം. അതിനെങ്ങനെ ബഹുവചനം ആക്കുക? എങ്ങനെയാ ചെയ്യാം? ആൺകുട്ടിയുടെ ബഹുവചനം ഏതാ? പ്ലൂറൽ ഏതാ?
ആൺകുട്ടികൾ. ആൺകുട്ടികൾ എന്താണ് ആലോചിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യത്തിൽ ഞാൻ ചോദിച്ച പോലെയാണ്. ആൺകുട്ടികൾ. ഓക്കെ, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികൾ. നമുക്ക് മലയാളത്തിലോ പ്ലൂറൽ ആക്കണമെങ്കിൽ കള്ള് ആഡ് ചെയ്താൽ മതി അല്ലെ? എല്ലാത്തിനും ഒരു കള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പ്ലൂറലായി മാറി. ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? അല്ല. എസ് ആഡ് ചെയ്താണ്. എസ് ആഡ് ചെയ്യും. ചിലതിൽ എസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് ചില വേർഡ്സ് ആണ് എസ് ആഡ് ചെയ്യണത്. ചില ഏതൊക്കെയാണ് IES ആഡ് ചെയ്യാറുണ്ട്, ES ആഡ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെയാണ് പ്ലൂറൽസ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പ്ലൂറൽ ഫോംസ് നമുക്ക് പഠിക്കാം, കുറച്ച് കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അത് മറക്കരുത്. ഇപ്പൊ ബോയ് ആണെങ്കിൽ എന്താണ്? ബോയ്സ്. ബോയ് ബോയ്സ് ആണ്. ഗേൾ ഗേൾസ് ആണ്. ആൻഡ് ഫോട്ടോ ഫോട്ടോസ് ആണ്. ബേബീസ് ആണ്. ആൻഡ് മാംഗോ ഓറഞ്ചസ്. ഓറഞ്ചസ്. പൊട്ടറ്റോ കേട്ടില്ല. വീഡിയോസ്. എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണല്ലേ? വീഡിയോസ്, ഫോട്ടോസ്. ഇപ്പൊ ഞാൻ ചോദിച്ചു ബോയ് എന്ന് പറയുമ്പോൾ ബോയ്സ് ആണ്. ബേബി എന്താണ്? ബേബീസ് ആണ്. രണ്ടിന്റെ സ്പെല്ലിംഗ് സെയിം തന്നെയാണോ? ബോയ്ക്ക് എസ് ആഡ് ചെയ്തു, ബേബിന് IES ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? റീസൺ അറിയോ ഇതിന്റെ? ഇല്ല, റീസൺ അറിയില്ലല്ലേ? അറിയാം നിങ്ങൾക്ക്. സോ നമുക്ക് റീസൺ കൂടെ ഒന്ന് പഠിച്ചാലോ? ചുമ്മാ അറിഞ്ഞിരിക്കൂ. റീസൺ അറിയായിരുന്നു മിസ്, മറന്നുപോയി. ഓക്കെ, നമുക്കൊന്ന് കൂടുതൽ എടുക്കാം എന്ന് ഓർമ്മിക്കാം. എൻഡ് ചെയ്യുന്ന ലെറ്റർ വെച്ചിട്ടുള്ളതാണോ മാം? എന്തോ എൻഡ് ചെയ്യുന്ന ലെറ്ററിനനുസരിച്ചാണോ വരുന്നത്? എന്ത് ചെയ്ത ലെറ്റർ അങ്ങനെയും പറയാൻ പറ്റൂട്ടോ. വൈ വരുമ്പം IES അങ്ങനെ. വൈ വരുമ്പോ IES. അങ്ങനെ ബോയ്ക്ക് എന്തുകൊണ്ട് IES ആഡ് ചെയ്തില്ല? പോയുണ്ടല്ലേ. ഓക്കെ പറയാം കേട്ടോ. ചിലര് കൺഫ്യൂഷൻ വന്നില്ലേ? അറിയാൻ ഒരു ആഗ്രഹം വന്നില്ലേ? അത് മതി. അറിയാം. ഓക്കെ, കുറച്ച് കോമൺ വേർഡ്സ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എസ് അല്ലെ, വേർഡ് എസ്സിൽ അവസാനിക്കുന്ന, എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂറലാകുന്ന കുറച്ച് വേർഡ്സ് അറിയാവുന്ന വേർഡ്സ് ആണ്. ഇത്ര മാത്രമല്ല, ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് മാത്രം നിങ്ങളുടെ നോട്ട്സിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഗേൾസ് ആണ്. സ്റ്റുഡൻസ്. ട്രീസ്. cows, legs. shops, cars. birds ആണ്. cats. hands. dogs. chairs. സിമ്പിൾ ആണ്, അറിയാം അല്ലെ? നെക്സ്റ്റ് നോക്കിയേ, ബസ് ആണെങ്കിൽ ബോക്സസ്. ചർച്ചസ്. ഡിഷസ്. അപ്പോ നമുക്ക് പറയാനുള്ളതാണ് എസിലും ഇസഡിലും എക്സിലും CH ആൻഡ് SH ഇത്രയും ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽസ് ആക്കണമെങ്കിൽ ES ആഡ് ചെയ്യണം. ചേർക്കണം. ഓക്കെ മിസ്, ഇപ്പൊ മനസ്സിലായി. ക്ലിയർ? SHൽ അവസാനിക്കുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ അതിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ക്ലിയർ ആണ്. നെക്സ്റ്റ് ബേബി അല്ലെ? ബേബീസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇപ്പൊ പപ്പീസ് ആണ്. ആക്ടിവിറ്റീസ് ആണ്. എനിമീസ് ആണ്. ലേഡീസ് ആണ്. കാരണം വൈക്ക് മുൻപ് വന്നിരിക്കുന്നത് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ, ഓക്കെ, വൈക്ക് ലാസ്റ്റ് ലെറ്റർ, വേർഡ്സിന്റെ ലാസ്റ്റ് ലെറ്റർ ആയ വൈക്ക് മുൻപ് വന്നിരിക്കുന്നത് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ ആ വേർഡിന് പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ IES ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? കാരണം ഇവിടെ എല്ലാ വേർഡിലും വൈക്ക് മുൻപ് വന്നിരിക്കുന്നത് എല്ലാരും കോൺസണന്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, പപ്പി ആണെങ്കിൽ P ആണ്. ആക്ടിവിറ്റിക്ക് T ആണ് വന്നിരിക്കുന്നത്. എനിമി വൈക്ക് മുൻപ് M ആണ്.
ലേഡിക്കും വൈക്ക് മുൻപ് ഡി ആണ്. സോ എല്ലാത്തിനും കോൺസണന്റ് ലെറ്റേഴ്സ് ആണ് വൈക്ക് മുൻപ് വന്നിരിക്കുന്നത്. സോ അതിന് നമ്മൾ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? IES. അതുകൊണ്ടാണ് ബേബിക്ക് ബേബീസ് എന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ മിസ്. ഓക്കെ. ഇനി വൈക്ക് മുൻപ് വരുന്നത് വൊവൽസ് ആണെങ്കിലോ നമ്മൾ കോൺസണന്റ് ലെറ്റർ പഠിച്ചു, IES ആഡ് ചെയ്യണം. വൈക്ക് മുൻപ് വന്നിരിക്കുന്നത് വൊവൽസ് ആണെങ്കിൽ ചെയ്യണം. അതുകൊണ്ടാണ് ബോയ് ബോയ്സ് ആയത്, ടോയ് ടോയ്സ് ആയി, കീസ് ആയി, monkey monkeys, donkey donkeys. വന്നിരിക്കുന്ന എല്ലാരും എന്താണ്? വൊവൽസ് ആണ്. അതുകൊണ്ട് നമ്മൾ എസ് ആഡ് ചെയ്താൽ മാത്രം മതി അതിനെ പ്ലൂറലൈസ് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ വൈഫ് കേട്ടോ, വൈഫിനൊക്കെ നമ്മൾ ജസ്റ്റ് വെറും എസ്ഒ IESO ES ഒക്കെ ആഡ് ചെയ്യാ, അല്ല VES ആണ്. എന്തുകൊണ്ടാണ്? എഫിനും FEക്കും ആ ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് നമ്മൾ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ VES ആഡ് ചെയ്യണം. FE കളഞ്ഞിട്ട് എന്താണ്? VES ആഡ് ചെയ്യാം. വൈഫ് വൈഫ്സ് ആണ്, നൈഫ് നൈഫ്സ് ആണ്, ലിവ് ലീവ്സ് ആണ്, ലൈഫ് ലൈഫ്സ് ആണ്, കാഫ് കാഫ്സ് ആണ്, തീഫ് തീഫ്സ്. ഓക്കെ. F ആൻഡ് FE അവസാനിക്കുന്ന വേർഡ്സിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ FE അങ്ങോട്ട് മാറ്റിയിട്ട് VES ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ റൂഫ്, ബിലീഫ്, ഷെഫ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് വന്നു? മുമ്പിൽ വരുന്നത് വവൽസ് ആയിരുന്നു. വവൽസ് അല്ലല്ലോ. എഫിന്റെ മുമ്പ് എഫിന് എഫ് വരുന്ന വാക്കുകള് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാക്കുകൾ. ബിലീഫ് ഒരുപാട് ആലോചിക്കണ്ട കേട്ടോ. അതിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. അത് എക്സെപ്ഷൻ വേർഡ്സ് ആണ്, ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. ഇതേപോലെ എല്ലാത്തിലും എക്സെപ്ഷൻസ് വേർഡ്സ് ഉണ്ട്. ടീച്ചർ ഇത് ടെസ്റ്റിനകത്ത് ഏത് പേജ് നമ്പർ ആണെന്ന് പറയോ? ടെക്സ്റ്റിലാണോ? ടെക്സ്റ്റില് എന്റെ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മുടെ അൺകൗണ്ടബിൾ നമ്പർ കഴിഞ്ഞിട്ടുള്ളതാണേ. ഓക്കെ. ടെക്സ്റ്റ് നോക്കണ്ട നിങ്ങള്. പക്ഷെ ഇതില് എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞു വരുമ്പോ എല്ലാത്തിലും എഫിന് മുമ്പ് വവൽസ് അല്ലേ വന്നേക്കുന്നത്? നോക്കുമ്പോ ക്ലിഫ് ആണെങ്കിലും ഡബിൾ എഫ് വന്നെങ്കിലും അതിന് മുമ്പേ വവ്വലല്ലേ? ഡബിൾ എഫിന് മുൻപ്. ഓക്കെ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇതില് കോമൺ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും എല്ലാത്തിലും വവൽസ് മുമ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. ശരി ശരി, ചിന്തിക്കുമ്പോ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വേർഡ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ടാകും കേട്ടോ. അത് സെർച്ച് ചെയ്താൽ കിട്ടുവേ. എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഒഴിവാക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി ഒഴിവാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. റൂഫ് ആയിട്ട് റൂഫ്സ് ആയി, പ്ലൂറൽ ആയി, ബിലീഫ് ബിലീഫ്സ് ആയി. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ മാം. ഇനി മാംഗോ. മാംഗോയില് ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്ന കോൺസണന്റ് ആയതുകൊണ്ടാണ് ES ആഡ് ചെയ്യേണ്ടത്. മാംഗോ ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്നത് G അല്ലെ, കോൺസണന്റ് ലെറ്റർ ആയതുകൊണ്ട് പ്ലൂറൽ ആക്കണമെങ്കിൽ ES ആഡ് ചെയ്താൽ മതി. അതുപോലെ പൊട്ടറ്റോ, ടൊമാറ്റോ, ഹീറോ ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ ES ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സെപ്ഷൻ നോക്കിയേ. പിയാനോ പിയാനോസ് ആണ്, ഫോട്ടോ ഫോട്ടോസ് ആണ്, ലോഗോ ലോഗോസ് ആണ്. ഇതൊക്കെ എക്സെപ്ഷൻസ് വേർഡ്സ് ആണ്. ഓക്കെ ഓക്കെ ക്ലിയർ. ഇനി ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്ന വൊവൽസ് ആണെങ്കിൽ വെറും S ആഡ് ചെയ്താൽ മതി. S ആഡ് ചെയ്താൽ മതി. zoos ആണ്, റേഡിയോ റേഡിയോസ്, വീഡിയോ വീഡിയോസ്, സ്റ്റീരിയോ സ്റ്റീരിയോസ്, kangaroo kangaroos. kangaroo not kangaroo. ഓക്കെ, kangaroo kangaroo kangaroos ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം. ഇനി ഡിഫറെന്റ് പ്ലൂറൽസ്, ഒരു ബന്ധവുമില്ലാത്ത സാധനങ്ങൾ കുറച്ചിട്ട് അല്ലെ. വുമൺ വിമൻ ആണ്, മാൻ മെൻ ആണ്, ചൈൽഡ് ചിൽഡ്രൻ ആണ്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസ് എന്താണ്? ചിൽഡ്രന്റെ കുട്ടികൾ.
കുട്ടികൾ. ചിൽഡ്രൻസ് ചിൽഡ്രൻ കുട്ടികൾ. ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ കുട്ടികൾ. ചൈൽഡിന്റെ പേര്. ഓക്കെ, ചൈൽഡ് കുട്ടി സമ്മതിച്ചു. അപ്പൊ ചിൽഡ്രൻസ് എന്താണ്? ചിൽഡ്രൻസ് കുട്ടികൾ. ലാർജ് എമൗണ്ട് ആയതുകൊണ്ട് ചിൽഡ്രൻസ് വരൂലല്ലോ. ചിൽഡ്രൻസ് എന്നൊരു വേർഡുണ്ടോ? ചിൽഡ്രൻസ് അല്ല ചിൽഡ്രൻ ചിൽഡ്രൻ അല്ലേ പറയുള്ളൂ? ചിൽഡ്രൻ. അല്ലേ പറയൂ? ചിൽഡ്രൻ അല്ലേ പറയുള്ളൂ? ചിൽഡ്രൻ ആട്ടോ. പക്ഷെ ചിൽഡ്രൻസ് നിങ്ങൾ പറയാറില്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? അതെ. Yeah. ചില അറിയാത്ത തെറ്റാട്ടോ. ഈ പറയരുതേ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ചിൽഡ്രൻസ് എന്ന് പറയുന്ന വാക്കില്ല. ഓക്കെ, കാരണം ഓൾറെഡി ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓൾറെഡി പ്ലൂറൽ ആണ്. പിന്നെ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്തതിന് പ്ലൂറൽ ആക്കേണ്ട ആവശ്യമുണ്ടോ? അത് മിസ്റ്റേക്ക് ആണ്. ചൈൽഡ് സിംഗുലർ ആണെങ്കിൽ അതിന് പ്ലൂറൽ ചിൽഡ്രൻ ആണ്. അപ്പോ കുട്ടികൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഒരിക്കലും ചിൽഡ്രൻസ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ മിസ്. വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ചിൽഡ്രൻസ് നമ്മൾ അപ്പോ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് എന്താ? അപ്പോ അത് അപ്പോസ്ട്രോഫി എസ് അല്ലേ? ചിൽഡ്രൻ അപ്പോസ്ട്രോഫി എസ് ആണ് കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോസ്ട്രോഫി എസ് ആണ് അവിടെ വരുന്നത്. കുട്ടികളുടെ എന്നൊരു മീനിങ് ആണ് വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് പ്ലൂറൽസ് ആണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് ഒരു ലെറ്റേഴ്സ് ആഡ് ചെയ്താല് പ്ലൂറൽ ആകുന്ന വേർഡ്സ് അല്ല ഇതെല്ലാം അല്ലെ? ടൂത്ത്, ടീത്ത് ആണ്. ഡിഫറെന്റ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. പഠിച്ചു വെക്കാം കേട്ടോ. കുറച്ചിങ്ങനെ കുറെ വേർഡ്സുകളൊക്കെ എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ലാത്ത കുറച്ച് വേർഡ്സ് ആണ് എന്ത്? ഷീപ്പ്, ഷീപ്പ് തന്നെയാണ്. അതിന്റെ പ്ലൂറലും സിംഗുലറും ഒന്ന് തന്നെയാണ്. ഡിയർ, ഡിയർ ആണ്. ഫിഷ്, ഫിഷ് ആണ്. സീരീസ്, സീരീസ് ആണ്. സ്പീഷീസ്, സ്പീഷീസ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചുമ്മാ കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ മാം. അപ്പൊ ഫിഷ്, ഫിഷസ് എന്ന് പറയാറുണ്ടോ നമ്മള്? ഇല്ല, ഫിഷ് പറയാറുണ്ട് ഫിഷസ് എന്ന്. അതെങ്ങനെയാ? പറയാറുണ്ട്. പറയാറുണ്ടല്ലോ. മീനുകൾ എന്നുള്ളതിൽ എങ്ങനെ പറയാം മിസ്? മീനുകൾ ഫിഷ്. അപ്പൊ ഒന്നല്ലേ ആവുള്ളൂ? ഒരു ഫിഷ് അല്ലേ ആവുള്ളൂ? ഫിഷ് ഇല്ല. നിങ്ങള് ഫിഷ് നിങ്ങളൊരു മീൻ മാർക്കറ്റിൽ പോയെന്ന് വിചാരിക്കൂ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ മത്തി മാത്രമേ ഉള്ളൂ. തട്ടില് മത്തി മാത്രമേ ഉള്ളൂ. അത് ഒരു മത്തി ആയിരിക്കും ഉണ്ടാവുക? അല്ല, കുറെ ഉണ്ടാവും. കുറെ ഉണ്ടാവുമല്ലോ. കുറെ മത്തി ഉണ്ടെങ്കിൽ നമ്മള് ഫിഷ് തന്നെയാ പറയാ. ഒരിക്കലും ഫിഷസ് എന്ന് പറയില്ല. ഫിഷ്, ഫിഷ് തന്നെയാണ്. ഫിഷ്, ഫിഷ് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ പോയപ്പോ മത്തിയുണ്ട്, അയലയുണ്ട്, പല പല മീനുകള് തട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഫിഷസ്. അപ്പൊ ഫിഷസ് എന്ന് പറയും. ഫിഷസ് എന്ന് പറയും. അപ്പൊ ഫിഷ് അല്ല, ഫിഷസ് ഉണ്ട്. ഒരുപാട് ഫിഷസ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിഷസ് അവിടെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഫിഷസ് എന്ന് പറയാം. ഒരു കൂട്ടം മീൻ സെയിം ഫിഷ് തന്നെയാണ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് എന്ന് പറയും. പക്ഷെ പല പല മീനുകൾ അവിടെ ഉണ്ടെങ്കിൽ ഫിഷസ് എന്ന് പറയും. അക്വേറിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിഷസ് ആണ്. അക്വേറിയത്തിൽ ഒരു ടൈപ്പ് മീൻ മാത്രമായിരിക്കില്ല ഉണ്ടാവാലോ. പല ടൈപ്പ് മീനുകൾ അവിടെ അക്വേറിയത്തിൽ ഉണ്ടാകും. സോ നമ്മൾ ഫിഷസ് എന്ന് പറയും. അപ്പൊ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇത്രയാണ് എനിക്ക് പ്ലൂറലിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. പ്ലൂറലിന്റെ ഇപ്പൊ ഞാൻ ഈ കാണിച്ച നോട്ട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോക്കി പഠിച്ചാലും മതി. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ഈ ടെക്സ്റ്റില് പ്ലൂറൽ, ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്, ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഷോർട്ട് ആക്കി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പിയാനോസ് ഉണ്ട്. ഒരുപാട് എക്സാമ്പിൾസിന്റെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഞാൻ ഷോർട്ട് ആക്കി ഒരു നോട്ടിൽ തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക കൂടെ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെക്സ്റ്റിലുള്ളത്. എക്സ്ട്രാ ഉണ്ടെങ്കിലും അതും കൂടെ നല്ലോണം പഠിക്കുക.
ക്ലിയർ? ക്ലിയർ മാം. ക്ലിയർ. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ നമ്മുടെ സണ്ണിൻലോ അല്ലെ, സണ്ണിൻലോ മദറിൻലോ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ബ്രദറിൻലോ, അതൊക്കെ നമ്മൾ എങ്ങനെ പ്ലൂറലാക്കും? സൺസ്-ഇൻ-ലോ, മദേഴ്സ്-ഇൻ-ലോ, ബ്രദേഴ്സ്-ഇൻ-ലോ, മദേഴ്സ്-ഇൻ-ലോ എന്നൊക്കെയാണോ പറയാ. ഇനിയിപ്പോ സർവന്റ് ആണെങ്കിലോ മെയിൽ സർവന്റ് എന്നൊക്കെ പറയില്ലേ? സർവന്റ് ആണെങ്കിൽ സർവന്റിന് പ്ലൂറലാക്കണം, മീറ്റ് സർവന്റ്സ് എന്നാക്കാം. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ, നോക്കിയാൽ മതി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ക്ലിയർ? അപ്പൊ അൺകൗണ്ടബിൾ കഴിഞ്ഞു, പ്ലൂറൽ കഴിഞ്ഞു. ഇനി പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ നോക്കി മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന കുറെ സബ്ജക്ട് ഇട്ടുണ്ടല്ലോ. നമ്മുടെ സബ്ജക്ട്സ് ആണ് അതൊക്കെ അല്ലെ. അതിലേക്ക് എന്താണ്, അതെല്ലാം നമുക്ക് കാണുമ്പോൾ ഓൾറെഡി എസ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോ മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറയാൻ എസ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വേർഡ്സിന്റെയും കൂടെ. സോ അത് വെച്ചിട്ട് നമ്മളത് പ്ലൂറൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ കാണുന്ന എല്ലാ വേർഡ്സും ഓക്കെ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ന്യൂസ്, ഇന്നിങ്സ്, മെക്കാനിക്സ് ഇതൊക്കെ പറയുന്ന എല്ലാ വേർഡ്സും സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ അല്ലാതെയും പഠിക്കണം. കുറെ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് പഠിക്കണം കേട്ടോ. അതിൽ പെടുന്നതാണ് ഈ പ്ലൂറിലൊക്കെ. കുറെ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഓക്സിന്റെ പ്ലൂറിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓക്സ്, പഠിക്കണ്ടേ? എല്ലാം പഠിക്കണം. പഠിച്ചാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണിത് പഠിക്കുക. ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോ വാർത്തകൾ എന്ന് പറയും, പക്ഷെ വാർത്തകളല്ല കേട്ടോ. ന്യൂസ് എന്ന് പറയുമ്പോൾ വാർത്തയാണ്, സിംഗുലർ ആണ്. ഓക്കെ. ഇനി ഇവിടെ കാണുന്ന എല്ലാവരും എന്താണ്? പ്ലൂറൽസ് ആണ്. ബിലോസ്, ജീൻസ്, അസെറ്റ്സ്, സിസേഴ്സ്. ഓക്കെ. കാണുന്ന ടേബിളിലുള്ള എല്ലാവരും എന്താണ്? പ്ലൂറൽസ് ആണ്. പാന്റ് അല്ലെ, പാൻസ, സ്പെക്ടാക്കിൾ ഇതൊക്കെ എന്താണ്? പ്ലൂറൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഇവിടെ പ്യൂപ്പിൾ, പോലീസ്, കാറ്റൽ, പോൾട്രി, വോമിൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതെന്താണ്? സോറി, സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആണ്. പീപ്പിൾ, പോലീസ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ ആണ് കേട്ടോ. പോലീസ്. ഓക്കെ. ക്ലിയർ ആയില്ലേ? പ്ലൂറൽ ഒക്കെ ക്ലിയർ ആയില്ലേ? ഇതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇപ്പൊ ക്ലാസ് എടുത്തു, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെക്സ്റ്റും കൂടെ വായിക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ടെക്സ്റ്റും കൂടെ വായിക്കാം. നിങ്ങളുടേതായ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നോക്കാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ജെൻഡേഴ്സ് ആണ്. നമുക്ക് കുറച്ച് ജെൻഡേഴ്സ് ഒക്കെ അറിയാം അല്ലെ. മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. ഈ 4 4 ടൈപ്സ് ജെൻഡേഴ്സ് ആണ് നമുക്കുള്ളത്. അതായത് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുമ്പോൾ വേർഡ് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണം, അത് മെയിൽ വേർഷൻ ആണ് അല്ലെ, മെയിൽ ആണ്, മെയിൽ ജെൻഡർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ കിങ് എന്ന് പറയുന്ന ഒരു വേർഡ് അത് ഏത് ജെൻഡർ ആണ്? മസ്കുലിൻ ജെൻഡർ ആണ്. ഓക്കെ. അതിനിപ്പോ പ്രിൻസ് മസ്കുലിൻ ജെൻഡർ, മസ്കുലൈൻ ആണ്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ബോയ്, ഗ്രാൻഡ് ഫാദർ, ബ്രദർ, അപ്പൊ വേർഡ് കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് അത് മസ്കുലൈൻ ആണെന്നല്ലേ. ഓക്കെ. ഇനി ഡോഗ് ആണെങ്കിൽ അത് മസ്കുലൈൻ ആണ്. ഓക്കെ. കോക്ക് മസ്കുലൈൻ ആണ്. ഇനി ഗേൾ എന്ത് ജെൻഡറാ? ഡോട്ടർ, സിസ്റ്റർ, പ്രിൻസസ്, ക്യൂൻ ഇതൊക്കെ എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പൊ ആ വേർഡ് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ജെൻഡർ ഏതാണ്? മനസ്സിലായോ? അപ്പൊ മസ്കുലൈനും ഫെമിനിൻ ജെൻഡർ മനസ്സിലായി. ഇത് നെക്സ്റ്റ് ഇപ്പോ പെൻ ന്യൂട്രൽ ആണ്. ജെൻഡർ ജീവനില്ലാത്ത വസ്തു, ജീവനില്ലാത്തവ.
ജീവനില്ലാത്തതും ജെൻഡർ നമുക്ക് ജെൻഡർ ആയിട്ടൊന്നും പറയാത്തതൊക്കെ ജെൻഡർ ഇല്ലാത്തതിനെ നമുക്ക് ന്യൂട്രൽ ജെൻഡർ എന്നാണ്. ഓക്കെ, അവിടെ ഫീമെയിലോ മെയിലോ ഒന്നും ഇല്ല, അതുകൊണ്ട് ന്യൂട്രൽ ജെൻഡർ ആണ്. അതിൽ പറയാം അതിലെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ തിങ്സും പെടും അല്ലെ. നമുക്ക് കളിക്കുന്ന ഫോൺ ആണെങ്കിലും മാംഗോ, കോളേജ്, ബുക്ക്, പെൻ, കാർ, റൂം, ലാപ്ടോപ്പ്, TV, ഇതൊക്കെ എന്താണ് ന്യൂട്രൽ ജെൻഡർ ആണ്. പ്രത്യേകിച്ച് ജെൻഡർ ഒന്നുമില്ല. ഇനിയിപ്പോ പറയാണ് ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പോ കോമൺ ജെൻഡർ. ടീച്ചേഴ്സില് ടീച്ചേഴ്സ് ഉണ്ടാവും, ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ ഡോക്ടർ. ഡോക്ടർ എന്താണ്? മെയിലും ഉണ്ടാവും ഫീമെയിലും ഉണ്ടാവും. കോമൺ ജെൻഡർ ആണ്. സ്വന്തം കോമൺ ജെൻഡർ. അപ്പൊ അതേപോലെ കോമൺ ഒക്കെ കേൾക്കുമ്പോ അത് രണ്ട് ജെൻഡറും അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് കോമൺ ജെൻഡറിൽ വരുന്നതാണ്. അപ്പൊ വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. വേർഡ് മീൻസ് നൗൺ അല്ലെ. ഓരോന്ന് നൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു. നൗണിന്റെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നൗൺ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഏത് ജെൻഡർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അപ്പൊ ഈ ക്ലിയർ ആണ്. ഇനി ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫീമെയിലും മെയിലും ആണ് പറയുന്നത്. ആക്ടർ ഇപ്പൊ ഓദർ ആണ്. ഓദർ മസ്കുലൈൻ ജെൻഡർ ഓദർ. അതിന്റെ ഫീമെയിൽ ജെൻഡർ ഏതാണ്? ആക്ടർ ആണെങ്കിൽ ആക്ടർ, സർ ആണെങ്കിൽ സർ. കേട്ടില്ല. നമ്മൾ സാറേന്ന് വിളിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? മാഡം. മേഡം. ഓക്കെ, സാർ ആണെങ്കിൽ ഇനിയിപ്പോ ഹീറോ ആണെങ്കിൽ ഹീറോ, ഹീറോയിൻ. ആണ്. പ്രിൻസ് ആണെങ്കിൽ അപ്പൊ അതാണ് എന്താ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ആണ് കേട്ടോ. മെയിലും ഫീമെയിലും നോക്കാനാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും, അത് പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രയും വരും. പിന്നെ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന പോർഷൻസിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. കാണുന്ന വേർഡ്സ് ഒക്കെ ഡിറ്റർമിനേഴ്സ് ആണ്. അത് വിട്ടേക്കുണ്ടോ, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. പിന്നെ ജെൻറ്റീവ്. ജെൻറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്ട്രഫി എസ് വരുന്നത് ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ അപ്പോസ്ട്രഫി എസ് എന്നതാണ് അല്ലെ. ഇനിയിപ്പോ ഒരാള് എഴുതിയൊരു നോവൽ ആണെങ്കിൽ ഇപ്പൊ ഷേക്സ്പിയേഴ്സ് ഡ്രാമ എന്ന് പറയും. എന്നാൽ ഷേക്സ്പിയറിന്റെ ഡ്രാമയാണ് നമ്മൾ യൂസ് ചെയ്ത അപ്പോസ്ട്രഫി എസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന് പറയുന്നത് ജെൻറ്റീവ് എന്നാണ് നമ്മൾ പറയാം. അപ്പോസ്ട്രഫി എസ് ജെൻറ്റീവ് ഉണ്ട്, ഓഫ് ജെൻറ്റീവ് ഉണ്ട്. അപ്പോ ഷേക്സ്പിയേഴ്സ് ഡ്രാമ എന്നും പറയാം, ഡ്രാമ ഓഫ് ഷേക്സ്പിയർ എന്നും പറയാം. രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയല്ലേ. ഷേക്സ്പിയറിന്റെ ഡ്രാമയാണ്, അത് ഷേക്സ്പിയറിന്റെ ഡ്രാമ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓഫ് വെച്ചിട്ടും പറയാം, അപ്പോസ്ട്രഫി എസ് വെച്ചിട്ടും പറയാം. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന അപ്പോസ്ട്രഫി എസ് ആണ് അല്ലെ. ഇപ്പോ കുട്ടിയുടെ കണ്ണ് എന്ന് പറയുമ്പോ ബേബീസ് ഐസ് എന്നും പറയാം, ഐസ് ഓഫ് ദ ബേബി എന്ന് പറയാം അല്ലെ. രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയല്ലേ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയേ അപ്പോസ്ട്രഫി എസ് വെക്കുമ്പോ കമലാദാസ് കണ്ടോ, കമലാദാസ് വർക്ക്സ്, കമലാദാസിന്റെ വർക്കുകള്. ഓക്കെ, ഇനിയിപ്പോ വർക്ക്സ് ഓഫ് കമലാദാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കമലാദാസിന്റെ വർക്കുകളെന്ന് വർക്ക്സ് ഓഫ് കമലാദാസ് എന്ന് പറയും. രണ്ട് രീതിയിലും പറയാം. അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ കാണിക്കുന്നത്. സിമ്പിൾ. ഇവിടെ എസ് ജെനിറ്റീവ് വെച്ച് പറയുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എസ് ജെനിറ്റീവ് ആണ് അല്ലെ. ഓഫ് ജെനിറ്റീവ് കുറവാണ്, എന്നാൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോ ദ കീ ഓഫ് ദ കാർഡ് എന്ന് പറയാം അല്ലെ. ദ കീ ഓഫ് ദ കാർഡ് ആൻഡ് കാർസ് കീ എന്ന് പറയാം. സിമ്പിൾ, കാറിന്റെ കീ തന്നെയാണ്. നിങ്ങൾ ഏതായിരിക്കും പറയാം? കാർസ് കീ എന്നാണ് പറയാ, ദ കീ ഓഫ് ദ കാർ എന്നായിരിക്കും പറയാം. ഒരെ നേരെ മൂക്ക് പിടിക്കുന്നു, ഒരെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നു. നമുക്ക് നേരെ മൂക്ക്. അപ്പോ പറഞ്ഞു വരുമ്പോ ഇത്രയേ ഉള്ളൂ. എസ് ജെനിറ്റീവും ഓഫ് ജെനിറ്റീവ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മനസ്സിലായല്ലോ? അത് അത്രയേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കി വെക്കൂ കേട്ടോ. എല്ലാം അറിയണം നമ്മൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നൗൺ ആ ഒരു പോർഷൻ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് പ്രോണൗൺ ആണ്. അപ്പൊ നൗൺ പോർഷൻ കഴിഞ്ഞു കേട്ടോ. ക്ലിയർ ആണോ?
ഓക്കെ ആണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? യെസ് മാം. വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെ? ശരിയല്ലേ? പക്ഷെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇപ്പോഴും നമ്മള് സിമ്പിൾ ആയിട്ട് മാത്രം ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരു പോർഷൻ വേഗം കഴിഞ്ഞു. പോർഷൻ കഴിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നോക്കിയിട്ടേ ഇല്ല സത്യം പറയുകയാണെങ്കിൽ അല്ലെ? പക്ഷെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് എടുത്ത് വായിക്കുമ്പോ എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മ വരും. അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ക്ലാസ് കേട്ടതിന് ശേഷം ഇംഗ്ലീഷ് ടെക്സ്റ്റ് നന്നായിട്ട് ഇന്ന് വായിക്കാം. എടുത്ത പോർഷൻ നന്നായിട്ട് വായിക്കുക. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും നല്ല ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അറിയാത്തവർക്കാണെങ്കിലും അറിയിപ്പോ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നവരാണെങ്കിലും അത് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോ ആണെങ്കിലും കുറച്ച് ക്ലിയർ ആകും, അറിയാത്തവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ആർക്കും കിട്ടുന്നില്ല എങ്കിൽ എന്നോട് വന്ന് ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, എക്സസൈസ് ആണ് വരുന്നത് കേട്ടോ. എക്സസൈസ് നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ചെയ്യാൻ പറ്റും നോക്കൂ. പക്ഷെ ചില മിസ്റ്റേക്സ് നമ്മൾ എക്സസൈസിൽ വരുന്നുണ്ട്. മാക്സിമം നോക്കൂ. ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് എക്സസൈസ് ഒന്ന് നോക്കി നിങ്ങള്. ഇതില് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന സെന്റൻസിൽ പ്രോപ്പർ കോമൺ നൗൺ, നോൺ റിയലിസ്റ്റിക് നൗൺ എന്ന് പറയുമ്പോൾ ആബ്സ്ട്രാക്ട് നൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ട് നൗൺ ആണ്. പേജ് നമ്പർ എത്രയാണ് ടെക്സ്റ്റില്? 24. ഓക്കെ, താങ്ക് യു. നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ആബ്സ്ട്രാക്ട് നൗൺ ആണ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസില് നിങ്ങൾ പഠിച്ച പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ് നൗൺസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഫസ്റ്റ് സെന്റൻസ് എടുക്കുകയാണെങ്കിൽ the police captured the crowd. ഇതിൽ ഏതൊക്കെയാണ്? ക്രൗഡ് കളക്റ്റീവ് ആണോ? ക്രൗഡ് കളക്റ്റീവ്. പോലീസ് കോമൺ അല്ലേ മിസ്? സ്കാറ്റർ അബ്സ്ട്രാക്ട് ആണ്. സ്കാറ്റർ ചെയ്യുക, അത് അബ്സ്ട്രാക്ട് നൗൺ ആണെന്ന് പറയാം. പോലീസ് കോമൺ നൗൺ ആയിട്ടും പറയാൻ പറ്റും, സംടൈംസ് കളക്റ്റീവ് നൗൺ ആയിട്ടും പറയാൻ പറ്റും. ഒരു കൂട്ടം പോലീസ് വന്നാൽ നമ്മൾ പോലീസിനെ പറയും, അങ്ങനെയൊക്കെ പറയാട്ടോ. Wisdom is better than strength. Abstract noun. Wisdom abstract noun ആണ്. Strength abstract ആണ്. The blue whale is the largest animal on earth. Blue whale proper noun. Collective, largest noun. Largest abstract noun. Largest അങ്ങനെ വേണം. Animal. Largest എന്ന് പറയുന്നത് Animal common noun. Yeah, animal common noun. Animal common. Okay. Earth. Earth proper noun. Earth proper noun ആണെന്ന് പറയാം. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോമൺ noun ആയിട്ടൊക്കെ വരും കേട്ടോ. അതിന് വേണ്ട, കുഴപ്പമൊന്നുമില്ല. Then he bought a pen and some ink. Pen common noun. Pen common noun. പെന്നും ഇങ്കും കോമൺ noun ആണ്. Pen and ink common noun ആണ്. Yes. Okay. A bacteria is ഇതിപ്പോ ഞാനെല്ലാം പറഞ്ഞല്ലോ, കുറച്ച് നിങ്ങൾ ചെയ്യൂ. Okay. Okay. Next exercise 2 പോവാം. Exercise 2 പറയുന്നത് സിംഗുലർ നൗൺസ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും സിംഗുലർ നൗൺസ് ഉണ്ടെങ്കിൽ അതിന് പ്ലൂറലൈസ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ. ഹിസ് ബ്രദർ ഇൻ ലോ ഈസ് വെരി പുവർ. അതിൽ ഏതാണ് സിംഗുലർ നൗൺ? ബ്രദർ ഇൻ ലോ ആണ്. Brother singular. Yes. His brothers in Brother in law. Brothers in law. Pluralize. Brothers in law ആണ്. ഇനി നെക്സ്റ്റ്, is your man servant a believable fellow? Man servant. Man singular. Maid servant. men servant is എന്ത് വരും ഇത്? Maid servant. Men servant. Yeah, men servant എന്ന് വരും കേട്ടോ. Men ആണ്. men ആവും.
Do you think that woman is a very good housewife? Woman. Women are very good housewives. അങ്ങനെ Yeah. women are Women very good housewives. Woman now. Woman. housewives. Okay. അപ്പോ ആ എക്സസൈസ് നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് എക്സസൈസ് 3. എക്സസൈസ് 3 encourage use of nouns. കുറച്ച് തെറ്റായ രീതിയിൽ nouns യൂസ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. Okay. Where can we put all the furniture? ഫർണിച്ചർ Furniture. ഫർണിച്ചർ വരുള്ളൂ, കാരണം all അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫർണിച്ചേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെ. all the furniture എന്ന് വരും, അവിടെ എസ് വേണ്ട. We need some more advices. അഡ്വൈസ് more ഉണ്ടല്ലോ. യെസ്, അവിടെ പ്ലൂറലൈസ് ചെയ്യേണ്ട, അഡ്വൈസസ് എന്ന് പറയേണ്ട, കാരണം ഓൾറെഡി അത് എന്താണ് കൗണ്ടബിൾ ആയില്ലേ, സം ഒക്കെ വന്നു. സോ സം അഡ്വൈസ് എന്നാ പറയാ, അഡ്വൈസസ് അല്ല, സം അഡ്വൈസ്, സം മോർ അഡ്വൈസ്, ഇത്രയേ ഉള്ളൂ. The traffic seems to get worse every day. Traffic. Traffic ഒന്നും വരൂല മിസ്. ട്രാഫിക്. What a beautiful duckers. ഡക്കർ എന്നാണ് വരുന്നത്. Okay, അപ്പോ ക്ലിയർ ആയല്ലോ. എക്സസൈസ് 3 ഓക്കെ ആണ്. നെക്സ്റ്റ് എക്സസൈസ് 4, അതും പ്ലൂറൽ നൗൺസിനെ സിംഗുലറൈസ് ചെയ്യാനാണ് കേട്ടോ. എലിഫന്റ്സ് ആർ ആനിമൽസ്. എലിഫന്റ് എലിഫന്റ്സ് ആർ അനിമൽ എന്നല്ലേ? എലിഫന്റ്സ് ആർ അനിമൽ. എലിഫന്റ് ഈസ് എ ആനിമൽ എന്ന് വരും. എലിഫന്റ് ഈസ് ആനിമൽ. ഈസ് ആൻ ആനിമൽ. Is an animal. Elephant is an animal. Dogs are good friends. Dogs were അല്ല. Dog is good friend. Dog is. So he is a good friend. Dog is good friend. എല്ലാം സിംഗിൾ ആക്കണം. അവിടെ എലിഫന്റ് എന്ന് പറയുന്നത് എലിഫന്റ്സ് ആണ്, അതിന് സിംഗിൾ ആക്കി എലിഫന്റ് ആക്കുക. 6 ഓൾറെഡി പ്ലൂറലാണ്, നമുക്ക് ഈസ് ആക്കാം. അനിമൽസ് പ്ലൂറലാണ്, അനിമൽ ആക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ. ക്ലാസ് റൂംസ് ഹാവ് ബ്ലാക്ക് ബോർഡ്സ്. Classroom has blackboard. Class blackboard. So has to have ഒന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിൽ ഡൗട്ട്സ് വരാണെങ്കിൽ ഇട്ടേക്കും, ടെൻസ് എടുക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലൂറൽ നൗൺസ് ഒക്കെ ഒന്ന് സിംഗിൾ ആക്കിയാൽ മതി. ഓക്കെ. ക്ലിയർ. ഇനി നെക്സ്റ്റ് നമ്മുടെ ജെനിറ്റീവ് വെച്ചിട്ടാണ്. അപ്പോസ്ട്രോഫിയസ് ഓഫ് ജെനിറ്റീവ് വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. രാമുവിന്റെ സൈക്കിൾ. Bicycle of Nehru's statue. Statue of Nehru എന്ന് പറയും. Statue of Nehru. ഇനിയും പറയും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത്രയും തന്നിരിക്കുന്ന വേർഡ്സ് നമ്മൾ കണക്ട് ചെയ്ത് പറയാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നിൽ അപ്പോസ്ട്രോഫി എസ് ജെന്റീവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ജെന്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇത്രയും സെന്റൻസ് പറയാം. അങ്ങനെയാണ് എക്സസൈസ് 5 വരുന്നത്. ഇനി എക്സസൈസ് 6 വരുന്നത് fill in the blanks with some or any. Some അല്ലെങ്കിൽ any വെച്ചിട്ട് ആ blanks fill ചെയ്യാം. These are dash chemistry books written in Malayalam in the library. But there are some chemistry books. There are some chemistry books written in Malayalam in the library. But These are some chemistry books. any economic books. Yeah, there are some chemistry there books aren't written in any Malayalam. എല്ലാരോടും പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. Yeah. തെറ്റാക്കാം. കേൾക്കോട്ടോ. There are some chemistry books written in Malayalam in the library, but there aren't any economic books. Okay. Okay. some വെച്ചിട്ട് അത് ഫിൽ ചെയ്യാനാ പറയുന്നത്. ചെയ്യാലോ? അപ്പൊ ഇത്രയും എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാലോ? ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യും. ഓക്കെ. ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത് എക്സസൈസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഇത്രയും എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നില്ലേ, ഈ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ.
അപ്പൊ ആ ഒരു ടെൻഷനും വേണ്ട. ഇനിയിപ്പോ എക്സസൈസ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഈ മോഡൽ അല്ല ക്വസ്റ്റ്യൻ വരാം കേട്ടോ. എക്സാം ഏത് മന്ത് ആയിട്ട് വരും മിസ്? ഷോ നീ കിടക്കുകയാണ്, ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, എപ്പോഴാണ് എക്സാം? അല്ല, ഡൗട്ട് ചോദിച്ചതാണ്. ഓണത്തിന്റെ ടൈം ആവുമ്പോ ഉണ്ടാവോ? ഓണം അറിയില്ലല്ലോ, ഓണത്തിന് ടൈം അറിയില്ല. കുറച്ച് പോർഷൻസ് എല്ലാം കഴിയാതെ. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ 8 ചാപ്റ്റേഴ്സ് എത്തണം. 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയാലാണ് ടേം 1 എക്സാം വരും. ഓക്കെ. ടേം 1 ടേം 2 എക്സാം ഉണ്ട്. അതാണ് മോഡൽ എക്സാം അങ്ങനെയാണ് കേട്ടോ. ടേം 1 ടേം 2 ആണ്. അതിനുശേഷമാണ് ഫൈനൽ എക്സാം വരും. അപ്പൊ ഒരുപാട് ടൈം ഇനിയുണ്ട്. അതുകൊണ്ട് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അപ്പോ ഇനി അടുത്തൊരു പോർഷൻ ആണ്, കാരണം നമ്മുടെ ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. സോ നൗൺ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി പ്രോണൗൺ ആണുള്ളത്. നമുക്ക് പ്രോണൗൺ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെ? സ്റ്റാർട്ട് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്. വിളിച്ചു പോകണ്ട. എന്താണ് മിസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അഗ്രി ചെയ്യാൻ എന്താ ചെയ്യാ? ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യൂട്ടോ രമ്യ. ഗ്രൂപ്പിൽ പിക്ക് കിട്ടേരും. ഓക്കെ, ഷെയർ ചെയ്യും. ആക്ടിവിറ്റീസ് പിക്സ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് വരും, നിങ്ങൾ തമ്മിൽ കണക്ഷനും വരും. അതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോ ഓക്കെ അല്ലേ? നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. പോർഷൻസ് മനസ്സിലാവുന്നില്ലേ? കുഴപ്പമില്ല മിസ്, നല്ല ക്ലാസ് ആണ്. കുഴപ്പമൊന്നുമില്ല. കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇടക്കിടക്ക് ചോദിക്കുന്നത്. ഒട്ടും അറിയാത്തൊരു പോർഷൻ ആണ്. കുറച്ചുപേർക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അറിയാത്തവരുണ്ട്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ ചോദിക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ നമുക്ക് ഈ പ്രോണൗണോട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവോ. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് മോക്ക് ടെസ്റ്റ് വരും. നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെയാണേ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങള് അന്ന് തന്നെ പഠിച്ചു പോവാൻ നോക്കാം. നാളത്തേക്കൊന്നും വെക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് കുറച്ചൊരു അരമണിക്കൂർ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ മാറ്റി വെച്ചിട്ട് ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ വരും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആ പോർഷൻ അങ്ങനെ പഠിച്ചു കഴിയും. പിന്നീട് അത് എക്സാം വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിരുന്ന അങ്ങനെയാണ്. കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും എല്ലാം പഠിക്കും. പിന്നെ അറിവായി കഴിഞ്ഞാൽ പിന്നെ ആ പഠിത്തവും കഴിയും. ഞാൻ അങ്ങനെയായിരുന്നു. സ്കൂളിൽ കുട്ടിക്ക് ഭയങ്കര കൊടുത്തുമായിരുന്നു. പിന്നെ വലുതായപ്പോ ആ ഒരു ചിന്തയിൽ പോയി. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി വെക്കും. എക്സാം വരാൻ വേണ്ടി കൂട്ടി വെക്കും. പിന്നെ പഠിക്കുമോ? അതുമില്ല. അപ്പൊ അന്നാ തന്നെ പഠിച്ചു പോവാം. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ക്ലാസ്സിൽ വെച്ച് തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എന്താണ് കൗണ്ടബിള്? ഇപ്പൊ നമ്മൾ പഠിച്ചെന്തൊക്കെയാണ്? പ്രോപ്പർ നൗൺ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുത്തത് പ്രോപ്പർ നൗൺ അല്ലെ? എന്താണ് നൗൺ എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോപ്പർ നൗൺ ഉള്ളൂ. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, collective noun, countable noun, uncountable noun, plural noun, singular noun. Okay, then genders, like masculine gender, feminine gender, common gender, neutral gender. Then പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാണ്? ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ്. ആക്ടർ, ആക്ട്രസ് ആണ്. ഹീറോ, ഹീറോയിൻ ആണ്. ഫാദർ, മദർ ആണ് അല്ലെ? ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ജെനിറ്റീവിലേക്ക് പോയി. എസ് ജെനിറ്റീവും ഓഫ് ജെനിറ്റീവും ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? അപ്പോസ്ട്രോഫി എസ് വെച്ചതും ഓഫ് വെച്ചതും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോസ്ട്രോഫി എസും ഓഫിന്റെ ഒന്നും കൂടെ ഒന്ന് പറയാമോ? അപ്പോസ്ട്രോഫി എസ് പറയുന്നത് അതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്. എന്നെങ്ങനെ പറയാ? ദാറ്റ്സ് മൈ ഫ്രണ്ട്സ് ഹോം അല്ലെ? ഫ്രണ്ടിന്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി എസ് ഇട്ട് പറഞ്ഞു. അത് ഫ്രണ്ടിന്റെ വീടാണെന്ന് പറഞ്ഞു അല്ലെ? അല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓഫ് വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പറഞ്ഞു നോക്കൂ.
That's the house of my That friend. home is House of my friend അല്ലെ home of അല്ല house of my friend. ഫ്രണ്ടിന്റെ വീടാണ്. രണ്ട് രീതിയിലും പറയാലോ. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ നിന്നൊന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്തായാലും നിങ്ങൾ പഠിക്കുകയാണ്, ഗ്രാമർ പഠിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഒന്നേ തുടങ്ങിയപ്പോ പഠിക്കുകയാണ്, LKG സ്റ്റുഡന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാരും മനസ്സിലാക്കി പഠിക്കും. കുറെ എക്സാമ്പിൾസ് ഒക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വേണം എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ കേട്ടോ. നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും, പിന്നെ മറക്കില്ല. ഓക്കെ, ജയശ്രീ എന്താ പിള്ളേര് 3 പേരുടെയും പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചിട്ട് വേണം മിസ് ഇങ്ങോട്ട് പഠിക്കാൻ. ഓക്കെ, പിള്ളേരെ കൂടെ നമ്മളിന്ന് പഠിക്കും. പിന്നെന്താണ്, ഇതൊക്കെ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല കാര്യം നമ്മളെ പഠിപ്പിക്കുക. നമ്മളെ പഠിപ്പിച്ച കാര്യം, നമ്മളെ പഠിച്ച കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇതങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇതൊക്കെ കാണാതെ അറിയാലോ, മിസ് ഇതെല്ലാം പഠിച്ച് ഫുള്ള് അരച്ച് കലക്കി പഠിച്ചു വന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ പഠിച്ചാണ്. ഓക്കെ, അപ്പൊ പഠിപ്പിക്കാം. ഏറ്റവും നല്ല കാര്യം അതാണ്, പഠിപ്പിക്കാം. പിന്നെന്താണ്, പിന്നെ എന്തൊക്കെയുണ്ട്? ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? കുറച്ചൊന്നും ഇംഗ്ലീഷ് വിടാം, മതി ക്ലാസ് എടുത്തത്, ഭയങ്കര ബോറടിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ട്? മോണ്ടിസോറി കോഴ്സ് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇപ്പൊ നിലവില് കൊള്ളാം മിസ്, നല്ല ക്ലാസ്സസ് ആണ് എല്ലാം. ജിഷ മിസ്സിന്റെ ക്ലാസ് മാത്രം ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം നൈറ്റിലായിരുന്നു. അത് മാത്രം ഒരു ചെറിയൊരു ഇഷ്യൂ. പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണ് 8:30 to 9:30. അത് മാത്രമേ ഉള്ളൂ. ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. മിസ്സിന് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ മിസ് ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നൈറ്റിലേക്ക് മാറ്റാം. മിക്കപ്പോഴും ഇടയ്ക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. മിസ് കുറച്ച് തിരക്കാണ് ഇപ്പോ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, പിന്നെന്താണ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറിന്റെ വീട് എവിടെയാ? ടീച്ചറിന്റെ വീട് എവിടെയാ? എന്റെ വീടോ? ദീപയുടെ വീട് എവിടെയാണ്? ഞാൻ ബോംബെയിലാ. ഓ, ബോംബെയിലാണ്. ഞാനിവിടെ എറണാകുളത്താണ്. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടില് ഇടുക്കി, മൂന്നാർ അടുത്ത്. ആഹാ, അപ്പൊ ഇടക്ക് ഞങ്ങള് ട്രിപ്പ് ഒക്കെ വരുമ്പോ എന്നെ കാണുകയാണെങ്കിൽ ഒന്ന് ഹായ് പറയണം കേട്ടോ. പറയാം. എറണാകുളത്ത് എവിടെയാണ്? പറവൂരൊക്കെ അറിയോ? പിന്നെ പറവൂർ അറിയാലോ ജയശ്രീ, ഞാൻ പറഞ്ഞത് മിക്കപ്പോഴൊക്കെ പറയുന്നുണ്ടാവാറുണ്ട്. ഓക്കെ മിസ്. ഓക്കെ, ഇപ്പൊ ഏകദേശം കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ആണ് നിങ്ങള്. അപ്പൊ എല്ലാവരും പല ഡിസ്ട്രിക്റ്റ് ആണ്, ഓരോ ഡിസ്ട്രിക്റ്റിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ. ഓക്കെ, ഒന്ന് കോണ്ടാക്ട്, മാക്സിമം കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കാം. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ അല്ലേ? പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. ഓക്കെ, പിന്നെന്താണ്, ഇംഗ്ലീഷിനുള്ള പേടിയൊക്കെ പോയില്ലേ? ഇംഗ്ലീഷിന് പേടിയില്ലാന്ന് പറഞ്ഞു, എന്നാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ആണെന്ന് പറഞ്ഞു നിങ്ങള്. അതാണ് വീണ്ടും ചോദിക്കാം കേട്ടോ. അതൊക്കെ ബോറടിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കുമ്പോ? ഇല്ല മിസ്, ദാറ്റ്സ് ടീച്ചേഴ്സ് ഡ്യൂട്ടി. അങ്ങനെ. ഓക്കെ, അതുകൊണ്ടേ നിങ്ങൾ ഇംഗ്ലീഷ് പഠനം എന്തായി? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഓരോ വേർഡ്സ്, ഓരോ സെന്റൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരുപാട് മാറ്റമുണ്ട് മിസ്. ഒരുപാട് മാറ്റമുണ്ടോ? ഓ, സന്തോഷം. പഠിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മാറ്റം. ഏറ്റവും വലിയ മാറ്റം അതാണ്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങി. ആത്മാർത്ഥമായിട്ട് ഇപ്പോഴാണ് ശരിക്കും പഠിക്കുന്നത്. പണ്ടൊന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, എക്സാമിന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അത് പാസ്സായി പോയാൽ മതി എന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചേഞ്ച് അല്ലേ? ശരിയല്ലേ? മോളാണ് LKG. ഇത്ര നേരം തറവാട്ടിലായിരുന്നു. അപ്പൊ ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായില്ല. മിസ്സിനോട് പേരെന്താണ്?
Okay, good afternoon. My name എവിടെയാണ്? is Devasri. Devasri. name is Devasri. ദേവശ്രീ. Yes. Yeah, okay, yeah. LKG യിൽ പഠിക്കണം. LKG പഠിക്കണം. ഏത് സ്കൂളാണ്? Infant Jesus Public. Public school. Infant Jesus Public School. Okay, ഇൻഫന്റിലാണ്. കിട്ടൂല മിസ്. കിട്ടൂല. Okay. ഓ, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരില്ലാത്ത കൊണ്ട് ChatGPT-യോട് സംസാരിക്കുന്നു. നല്ല കാര്യം. ഓക്കെ, അപ്പൊ പല പല വഴികളൊക്കെ നോക്കൂ. ഇംഗ്ലീഷ് നമുക്ക് ലക്ഷ്യമാണ് പ്രാധാന്യം അല്ലെ, മാർഗമല്ല. സോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. എല്ലാവരും ഇംഗ്ലീഷ് നടക്കുക സംസാരിക്കട്ടെ. ഓക്കെ, ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ സംസാരിക്കൂ. എല്ലാവരും സംസാരിക്കണം കേട്ടോ, നാണക്കേടൊന്നും വിചാരിക്കണ്ട. സംസാരിക്കൂ, ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ എന്തെങ്കിലും ടോപ്പിക്സ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. സൈൻ ഔട്ട് പറയും. Hi ma'am, I am Animaldi going to sign out. First of all, I thank our English teacher. Thank you for our today's class. I really appreciate your time, effort, and the way you explained everything so clearly. And thank you everyone. Thank you all for your participation and positive energy in today's English class. Your contributions made the class more engaging and fun. And looking forward to the next section. Thank you everyone. Okay, Thank you, miss. Thank you all. അനുമോൾ Thank you. ഇത് പറയാൻ വീട്ടിലിരിക്കുകയും ഓ, നീ അത് കേട്ടു. Okay. Thank you. Okay, thank you. Thank you, ma'am. Thank you, ma'am.